ഉസ്താദ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ഇൻഫിനിറ്റി റിഗ്രഷൻ അഥവാ തസൽസുല് മുഹാലാണ്, അസംഭവ്യമാണ് എന്നൊക്കെ. അതേസമയം ഫിലോസഫിക്കലി അത് സാധ്യമാണ് എന്നൊക്കെ തെളിയിക്കുന്ന ഒരുപാട് പഠനങ്ങളൊക്കെ ഉണ്ടല്ലോ. അവരെന്ത് തെളിവാണ് പറയുന്നത് എന്നുകൂടി നോക്കണം. സാധ്യമാണ് എന്നിട്ട് പറഞ്ഞതുകൊണ്ട് കാര്യമല്ല. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഒന്ന് രണ്ട് തെളിവുകൾ പറഞ്ഞിട്ടുണ്ട്. അനന്തമായ രൂപങ്ങൾ കഴിഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ രൂപം എത്തിയത് എന്ന് പറയുന്നത് തന്നെ അസംഭവ്യമാണ്. നമ്മൾ പറഞ്ഞു ഏറ്റവും ബേസിക് നോളജാണ്. പിന്നെ ഇജ്തിമാഉൻ നഖീലൈനി മുഹാലാണ്, ലോ ഓഫ് കോൺട്രാഡിക്ഷൻ നമ്മൾ പറഞ്ഞു. അനന്തം എന്ന് പറഞ്ഞാൽ കഴിയാത്ത അത്രയും രൂപങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ രൂപത്തിലെത്തിയത്. കഴിയാത്തത്രയും രൂപങ്ങൾ കഴിഞ്ഞു എന്ന് പറയുന്നത് നേരെ വൈരുദ്ധ്യ. ഓക്കെ, അപ്പൊ അത് തന്നെ വിപരീതമാണ്, വൈരുദ്ധ്യമാണ് പറയുന്നത്. കഴിയാത്തത് കഴിയാന്ന് വെച്ചാല് പാസ്റ്റിലേക്ക് പോവാണെങ്കിൽ അവസാനില്ല എന്നല്ല, അഥവാ പിന്നിലോട്ട് പോവാണെങ്കിൽ പ്രസന്റിലിവിടെ അവസാനിച്ചതല്ലേ. അപ്പോൾ ഈ കഴിയാത്തത് കഴിയാന്നുള്ളത് രണ്ടർത്ഥത്തിലല്ലേ? ഓക്കെ, കഴിയാത്തത് വേണ്ട. ഒരു ഉദാഹരണം പറയാം. നമ്മൾ പിന്നെ ഫിലോസഫിക് ബുക്കുകളിലുള്ള ചില എക്സാമ്പിൾ തന്നെ നമുക്ക് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ ഞാനൊരു ഷോപ്പ് തുറക്കാൻ വേണ്ടി പോവുകയാണ്, ഒരു ഡോർ ഓപ്പൺ ആക്കാൻ പോവുകയാണ്. ഈ ഡോറിൻ്റെ മുന്നിൽ ഇൻഫിനിറ്റി ഫ്ലവേഴ്സ് ഉണ്ട്, ഗൈർ മുത്തനാഹിയായ പൂക്കൾ ഈ ഡോറിൻ്റെ മുന്നിലുണ്ട്. എത്ര പൂക്കൾ എന്ന് ചോദിച്ചാൽ ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ളൊരു എണ്ണമില്ല, അനന്തമായ പൂക്കളാണുള്ളത്. ഞാൻ ഈ ഓരോ പൂക്കളും പറിച്ചെടുത്ത ശേഷം ആണ് എന്ത് ചെയ്യുക? കട തുറക്കുക, ഡോർ ഓപ്പൺ ചെയ്യുക. ഈ ഗൈർ മുത്തനാഹിയായ പൂക്കളെ മുഴുവനും പറിച്ച ശേഷമാണ് ഞാൻ ഈ ഡോർ ഓപ്പൺ ചെയ്യുക എങ്കിൽ ഞാൻ ഒരു കാലത്തും ഡോർ തുറക്കുകയില്ല. ഉറപ്പല്ലേ? കാരണം എന്താ? ഈ പൂക്കൾ ഗൈർ മുത്തനാഹിയാണ്, ഇൻഫിനിറ്റാണ്, അനന്തമായ എണ്ണം പൂക്കളാണുള്ളത്. അനന്തമായ പൂക്കൾ മുഴുവനും പറിച്ചു കഴിയുക എന്നതൊരിക്കലും സാധ്യമല്ല. എത്ര വലിയ സംഖ്യ ആയാലും, കോടിക്കണക്കിന് പൂക്കൾ ഉണ്ടെങ്കിലും, എന്നെങ്കിലും എനിക്ക് ആയുസ്സുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു റോബോട്ടാണെന്ന് കരുതിക്കോ, ആയുസ്സൊക്കെ എത്രയോ ഉണ്ടാവും. അങ്ങനെ കോടിക്കണക്കിന് പൂക്കൾ ഉണ്ടെങ്കിൽ ഞാൻ കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടെങ്കിലും എന്ത് ചെയ്യും? ആ ഡോർ ഓപ്പൺ ചെയ്യും. അതേ സമയത്ത് അനന്തമായ പൂക്കളാണുള്ളതെങ്കിൽ ഈ പൂക്കൾ മുഴുവനും പറിച്ചു കഴിഞ്ഞിട്ട് ഡോർ തുറക്കുക എന്നതാണ് എൻ്റെ തീരുമാനമെങ്കിൽ ഒരു കാലത്തും ഡോർ ഓപ്പൺ ആവുകയില്ല എന്നത് തീർച്ചയാണ്, ഒരു സംശയം. ഉദാഹരണം മുമ്പേ കേൾക്കുന്നതാണ്, പക്ഷേ ഇത് തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അഥവാ നമ്മളിപ്പോൾ പൂക്കൾ പറിച്ചു തുടങ്ങുക എന്നിട്ട് ഗൈർ മുത്തനാഹിയായിട്ട് പറിക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു തുടക്കമുണ്ടല്ലോ. അതേസമയം പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പിന്നിലോട്ട് പോകുന്തോറും ഗൈർ മുത്തനാഹിയാണ്. അപ്പോൾ ഗൈർ മുത്തനാഹിയാണ് അവിടെ ഉള്ളത്, തുടക്കമില്ല. പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഇവിടെ മാത്രമേ അറ്റുള്ളൂ. ഈ ഉദാഹരണത്തിൽ തുടക്കം ഒടുക്കമുണ്ട്, അതിൻ്റെ ഇടയിൽ ഗൈർ മുത്തനാഹി പാടില്ല. ഓക്കെ, വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഞാൻ ചോദ്യം വിശദീകരിക്കുന്നില്ല. മനസ്സിലായവർക്ക് മനസ്സിലാകാൻ പറ്റിയ രൂപത്തിൽ ഞാൻ ആൻസറും ചെയ്യാം. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ കിതാബുകളിലൊക്കെ ഉള്ള ഒരു തെളിവാണ്. ഞാൻ ഇതിന് മറുപടിയായിട്ട് പറയാൻ ഉപയോഗിക്കുന്നത് ശർഉൽ അഖായിദിൽ. പിന്നെ തസൽസുൽ എന്ന് പറയും, അനന്തമായ ഗൈർ മുത്തനാഹിയ, ഇങ്ങനെ അനന്ത പശ്ചാത്ഗമനം എന്നാണ് മലയാളത്തിൽ ഇതിന് പ്രയോഗിക്കുക. ഒന്നിന് പിന്നിൽ ഒന്നായിട്ട് ഇങ്ങനെ അനന്തമായ വസ്തുക്കൾ അല്ലെങ്കിൽ അനന്തമായ കാര്യങ്ങൾ കഴിയുക എന്നത് അഖ്ലിയായിട്ട് പിന്നെ അസംഭവ്യമാണ്, ലോജിക്കൽ ഇമ്പോസിബിളാണ്. അനന്തമായ വസ്തുക്കൾ ഒരു സമയത്ത് ഉണ്ടാവുക എന്ന് പറയുന്നതും ലോജിക്കൽ ഇമ്പോസിബിളാണ്. ഇതൊക്കെ അഖ്ലിയായ മുഹാലാണ് എന്നർത്ഥം. ഇവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യത്തിന് എല്ലാം കൃത്യമായ മറുപടി വരുന്ന രൂപത്തിലുള്ള ഒരു എക്സാമ്പിളാണ് ബഹുമാനപ്പെട്ട ഇമാം തഫ്താനി റളിയല്ലാഹു അൻഹുവിന്റെ ശറഹുൽ അഖായിദിൽ പറഞ്ഞിട്ടുള്ളത്. മുത്തകല്ലിമീങ്ങൾ പലരും പറഞ്ഞ തെളിവ് തന്നെയാണ് ബുർഹാനു തത്ബീഖ് എന്ന രൂപത്തിൽ നമ്മൾ കിതാബുകൾ പഠിക്കുന്നത്. എന്താണ് ബുർഹാനു തത്ബീഖ് എന്ന് പറഞ്ഞാൽ? അനന്തമായ ശ്രേണികൾ കഴിയുക അല്ലെങ്കിൽ അനന്തമായ എണ്ണമുള്ള ഒരു ശ്രേണി ഉണ്ടാവുക എന്നത് തന്നെ
ബുദ്ധിപരമായ അസംഭവ്യമാണെന്ന് തെളിയിക്കാനുള്ളൊരു തെളിവാണ് ഈ പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചിത്രം കാണാം. ഒരു റെയിൽപാളം സങ്കല്പിക്കുക. ആ റെയിൽപാളത്തിൽ ഒരു വലിയ ട്രെയിൻ നിർത്തിയിട്ടുണ്ട്. ആ ട്രെയിനിൻ്റെ ഫ്രണ്ട് ഒന്നാമത്തെ ബോഗിക്ക് പരിസരത്താണ്, മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. തുടക്കത്തിലുള്ള ഒന്നാം ബോഗിക്ക് നേരെ നമ്മൾ നിൽക്കുകയാണ്. അതിൻ്റെ സൈഡിലേക്ക് രണ്ടാം ബോഗി, മൂന്നാം ബോഗി, നാലാം ബോഗി, ഇങ്ങനെ കോടിക്കണക്കിന് എന്ന് പറഞ്ഞാൽ അനന്തമായ അത്രയും ബോഗികളുള്ള ഒരു ട്രെയിനാണ് ഇവിടെ നിർത്തി വച്ചിരിക്കുന്നത്. ഓക്കെ, ട്രെയിനിന് ടോട്ടൽ എത്ര ബോഗിയുണ്ട്? കൃത്യമായ എണ്ണം പറയാൻ പറ്റില്ല. അനന്തമായ എണ്ണം ബോഗികളാണ് ഉള്ളത്. സങ്കല്പിക്കുക, ഇങ്ങനെ ഉണ്ടാകാം എന്നാണ് മറുഭാഗം പറയുന്നത്. അങ്ങനെ ഉണ്ടാകൽ ബുദ്ധിപരമായി ഇമ്പോസിബിൾ ആണെന്ന് നമ്മൾ പറയുന്നത്. ഇമ്പോസിബിൾ ആണെന്ന് തെളിയിക്കുകയാണ് നമ്മൾ. അനന്തമായ ബോഗികളുള്ള ഒരു ട്രെയിൻ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ആ ട്രെയിനിനെ ജസ്റ്റ് എ എന്ന് വിളിക്കാം. എ എന്ന ട്രെയിനിൻ്റെ ഒന്നാം ബോഗിക്ക് നേരെ നമ്മൾ നിൽക്കുന്നു. എന്നാൽ തൊട്ടപ്പുറത്ത് കാണുന്ന ട്രാക്കിൽ ഇതേപോലെ ഇതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് രണ്ടാമതൊരു ട്രെയിനിനെ കൂടി നമ്മൾ സങ്കല്പിക്കുക. രണ്ടാമതൊരു ട്രെയിനിനെ കൂടി നമ്മൾ സങ്കല്പിക്കുക. രണ്ട് ട്രെയിനുണ്ട്, രണ്ടും അനന്തമാണ്, രണ്ടും ഒന്നിൻ്റെ നേരെ കോപ്പിയാണ് രണ്ടാമത്തത്. ഒരു ബോഗി ഉണ്ടാകൽ പോസിബിൾ ആണെങ്കിൽ രണ്ടും ഉണ്ടാകൽ പോസിബിൾ അല്ലേ, സാധ്യമാണല്ലോ. ഒന്നിൻ്റെ ഫോട്ടോസ്റ്റാറ്റാണ് മറ്റേതെന്ന് കൂട്ടിക്കോ. ഓക്കെ, ഇത് അഖിലിയായ ചർച്ചയാണ്. ഇവിടെ ശാസ്ത്രീയമായ കണ്ണോടുകൂടെ ആ ബോഗി എവിടെയാണ് നിർത്തിയിടുക, ഭൂമിയിൽ സ്ഥലമുണ്ടോ, അങ്ങനെയൊന്നും ആലോചിക്കുന്നതിന് അർത്ഥമല്ല. ഓക്കെ, എന്നത് യൂട്യൂബിലാവുമ്പോൾ പല തലത്തിൽ നിന്ന് ചിന്തിക്കുന്നവരും കാണുന്നവരും ചിലപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടാകും. അവർക്കൊക്കെ എന്തൊക്കെയോ മണ്ടത്തരങ്ങളാണല്ലോ ഇവർ പറയണത് എന്നും തോന്നാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്ക് ഉണർത്തുന്നത്. അപ്പോൾ ഫിലോസഫിക്കൽ ചർച്ചയിൽ പരിചയമില്ലാത്ത ആളുകളാകുമ്പോൾ അവർക്കിതൊരു പക്ഷേ കുറേ വ്യർത്ഥമായ ഊഹങ്ങളൊക്കെ ആയിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. നമ്മൾ ചർച്ച തുടരാം. അപ്പോൾ അനന്തമായ ഇൻഫിനിറ്റി ബോഗികളുള്ള രണ്ട് ട്രെയിനുകൾ ഒരേ ലെവലിൽ നിർത്തിയിട്ടാണുള്ളത്. ഓക്കെ, ഒന്ന് എ എന്ന ട്രെയിനും രണ്ടാമത്തെ ട്രെയിൻ ബി എന്ന ട്രെയിനും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എ എന്ന ട്രെയിനിനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ഒരു ബോഗി മുന്നിലേക്ക് നിർത്തി വെച്ചു. ഒരു ബോഗി നേരെ മുന്നിലേക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. ഇങ്ങനെയാണ് ഇപ്പോൾ ട്രെയിൻ ഉള്ളത്. അപ്പോൾ എയുടെ ഒന്നാം ബോഗിക്ക് നേരെ ബിയിൽ ഒരു ബോഗിയും ഇല്ല. രണ്ടാം ബോഗിക്ക് നേരെ ബിയുടെ ഒന്നാം ബോഗിയാണുള്ളത്. എയുടെ മൂന്നാം ബോഗിക്ക് നേരെ ബിയുടെ രണ്ടാം ബോഗിയാണുള്ളത്. ഇങ്ങനെ അനന്തമായി പോവുകയാണ് ചെയ്യുന്നത്. എയുടെ 100-ാം ബോഗിക്ക് നേരെ ബിയുടെ 99-ാം ബോഗിയായിരിക്കും ഉണ്ടാവുക. ഇത് നമ്മുടെ ചോദ്യം. ഇത് രണ്ടും സാധ്യമാണെന്നല്ല ഇപ്പം നിങ്ങൾ പറയുന്നത്. ഇത് അനന്തമായ ട്രെയിനാണെങ്കിൽ നമ്മുടെ ചോദ്യം ബി അല്ലേ, ബിയുടെ 100-ന് നേരെ എയുടെ 101-ാം ബോഗിയാണ് ഉണ്ടാവുക. കാരണം എ ജസ്റ്റ് മുമ്പിലാണല്ലോ ഉള്ളത്. നമ്മളെ ചോദ്യം ബിയുടെ എല്ലാ ബോഗിക്കും നേരെ എയിലും ബോഗിയുണ്ടോ? ചോദ്യം മനസ്സിലാക്കണം. ബി എന്ന ട്രെയിനിൻ്റെ എല്ലാ ബോഗിക്കും നേരെ എ എന്ന ട്രെയിനിലും ബോഗികൾ ഉണ്ടോ? ബിയുടെ ഒന്നാം ബോഗിക്ക് നേരെ ബോഗി ഉണ്ട്, രണ്ടാം ബോഗി ഉണ്ട്, 2-ന് നേരെ ഉണ്ട്, 3-ന് നേരെയൊക്കെ നമ്മൾ കാണുന്നിടത്തോളം ഉണ്ട്. നമ്മുടെ ചോദ്യം ബിയുടെ എല്ലാ ബോഗിക്കും നേരെ എയുടെ ട്രെയിനിൽ നിന്നും ബോഗികൾ ഉണ്ടോ എന്നാണ്. യെസ് ഓർ നോ. രണ്ടാലും ഉത്തരം പറയണമല്ലോ. രണ്ട് പറഞ്ഞാലും കുടുങ്ങും. ഇതാണ് ബുർഹാനുൽ തത്ബീഖിൻ്റെ ഒരു 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 പവർ എന്ന് പറയുന്നത്. എന്തിനാണ് ഈ ബുർഹാൻ തത്ബീഖ് ഇങ്ങനെ വളഞ്ഞു പറയണമെന്നൊക്കെ ചോദിക്കലുണ്ട്. അത് നമ്മൾ ഈ ലോജിക്കലി നേരെ ഇജ്തിമാഉ നിഖ്ലൈനി ആക്കിക്കൊണ്ട് ലോ ഓഫ് കോൺട്രാഡിക്ഷൻ വരുത്തിക്കൊണ്ട് ഈ വാദത്തെ പൊളിക്കാനുള്ള ഒരു എക്സാമ്പിളാണ് ഈ പറയുന്നത്. അപ്പം നമ്മളെ ചോദ്യം ബിയുടെ എല്ലാ ബോഗിക്കും നേരെ എയിലും ബോഗിയുണ്ടോ ഇല്ലേ? എയിലും ബോഗി ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ബിയുടെ എല്ലാ ബോഗിക്കും നേരെ എയിൽ ബോഗി ഉണ്ടെങ്കിൽ എയിൽ ഒരു ബോഗി കൂടി എക്സ്ട്രാ ഉണ്ട്. ബിയിൽ ഇല്ലാത്തൊരു ബോഗി എക്സ്ട്രാ എയിലുണ്ട്.
അപ്പൊ ബിയുടെ എല്ലാ ബോഗിക്കും നേരെയും ഉണ്ട്, പിന്നെ എയിൽ ഒന്ന് എക്സ്ട്രായും ഉണ്ട്. അപ്പൊ ബിയേക്കാൾ വലുതാണ് എ എന്ന് വരും. നമ്മൾ ആദ്യം സങ്കല്പിച്ചത് എന്താ? എയുടെ സെയിം ആണ് ബി, എയുടെ ഫുൾ ഷാർട്ട് അല്ലേ ബി. ഇപ്പൊ ബിയേക്കാൾ ഒന്ന് വലുതാണ് എ എന്ന് വരും. സെയിം ആണ്, സെയിം അല്ല, നേരെ ഇജ്തിമാഉ ആയില്ലേ. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. ബിയുടെ എല്ലാത്തിനും നേരെ എയിലും ബോഗിയുണ്ട് എന്ന് പറയാൻ പറ്റില്ല. പിന്നെയോ ബിയുടെ എല്ലാ ബോഗിക്കും നേരെ എയിൽ ബോഗി ഇല്ല എന്ന് പറയുകയാണെങ്കിലോ എവിടെയാണ് ഇല്ലാത്തത്? അല്ലെ, ഈ തലയിലുണ്ടല്ലോ. അപ്പൊ അങ്ങേ തലയിൽ ഒരു ബോഗി ബിക്ക് സമാനമായിട്ട് എയിൽ ബോഗി ഇല്ല എന്ന് പറയേണ്ടി വരും. അപ്പോ അവിടെ അറ്റമുണ്ട് എന്ന് വന്നു. ഇത് ഗൈറു മുത്തനാഹി ഇൻഫിനിറ്റ് അല്ല എന്ന് വന്നു, അന്ത്യമുള്ളതാണെന്ന് വന്നു. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ അന്ത്യം കാണുന്നില്ല, അവസാനം കാണുന്നില്ല എന്ന് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഈ അറ്റം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ അറ്റത്തെ നമുക്ക് കുറച്ച് മുന്നോട്ട് കയറ്റി നിർത്താൻ പറ്റും. അതോടുകൂടെ അപ്പുറത്തും അറ്റം ഉണ്ടാവൽ നിർബന്ധമാണ് എന്ന് ലോജിക്കലി, അനന്തമായത് ഉണ്ടാവൽ ഇമ്പോസിബിൾ ആണ് എന്ന്, അനന്തമായത് ഉണ്ടാവാൻ പറ്റുമെന്ന് പറയുന്നത് ലോ ഓഫ് നോൺ കോൺട്രാഡിക്ഷന് എതിരാണ്, അത് വൈരുദ്ധ്യമാണ് എന്നാണ് നമ്മൾ വളരെ സ്പഷ്ടമായിട്ട് ഇവിടെ തെളിയിച്ചിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് ഇനി ലോകത്താരും തസൽസുൽ ഇൻഫിനിറ്റ്, അങ്ങനെയൊക്കെ പല വീഡിയോകളും കാണാൻ പറ്റും, ഇൻഫിനിറ്റ് റിഗ്രഷൻ സാധ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരും വരരുത്. ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. ഒരിക്കലും സാധ്യമല്ല എന്ന് വീണ്ടും നമ്മൾ ഉറപ്പിക്കുകയാണ്.